ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരുക്കം വീഡിയോ ആണ് ഗൈസ്. ഒരുക്കം എന്ന് പറയുന്നത് നമ്മളിന്ന് പട്ടുപാവാടയിൽ ഒരുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് പട്ടുപാവാട. ഈ സാരി കൊണ്ടും അതുപോലെ തന്നെ തുണിയെടുത്തൊക്കെ ഞാൻ തയ്പ്പിക്കാറുള്ളതാണ് പട്ടുപാവാട കേട്ടോ. ഇത് എൻ്റെതല്ല, എൻ്റെ സിസ്റ്ററതാണ്. അപ്പോൾ അത് എടുത്തിട്ടിട്ടുണ്ട് കിട്ടുന്നു. അപ്പോൾ ഒരു പൂതി, വെറുതെ പട്ടുപാവാടയിലൊന്ന് ഒരുങ്ങണം, കുറച്ച് റീലെടുക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു ആശ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഈ കളറ്. പച്ചയും പൊട്ടിട്ടില്ലല്ലോ, പച്ചയും ഗോൾഡനും അടിപൊളിയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരുങ്ങാം. എനിക്ക് ഈ പറഞ്ഞ റീൽ എടുക്കാനുണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മേക്കപ്പ് വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചു. മേക്കപ്പ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അതായിക്കോട്ടെ വിചാരിച്ചു. പിന്നെന്താ, അപ്പം ആദ്യം തന്നെ ഇവിടെ കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞതാണ് കേട്ടോ, പക്ഷെ കണ്ടാൽ തോന്നില്ല തല നനച്ചിട്ടില്ല. കാരണം ഭയങ്കര ശ്വാസം മുട്ടും ജലദോഷവും ഒക്കെയാണ്. ഇവിടെ തണുപ്പൊക്കെ ആയി തുടങ്ങി, മഴയൊക്കെ ആയിട്ട്. അപ്പം എന്താണ്, തല നനച്ചിട്ടില്ല. ഇനിയിപ്പം ചിലപ്പോൾ എനിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. കണ്ണിന്ന് വെള്ളം വിരൽ അലർജിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തല നനച്ചിട്ടില്ല, മേല് മാത്രമേ കുളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുള്ളൂ. നിങ്ങൾക്കത് എന്താ പറയുക, മറക്കാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ പുതിയ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനി എന്നിൽ നിന്ന് എന്തൊക്കെ വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പോകാം. അപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് പൗഡർ ഇല്ലാണ്ട് വേറൊരു എന്താ പറയുക കളിയില്ല. പൗഡറാണ് മെയിൻ. അപ്പോൾ ബേബി പൗഡർ. അപ്പം ഞാനുള്ളത് ഇപ്പോൾ എവിടെ അറിയോ, ഞാൻ മൂത്തമ്മേൻ്റെ അവിടെ ഉള്ളത് കേട്ടോ. നമ്മൾ പിന്നെ ഇവിടുന്ന് നമ്മളെ ക്വാർട്ടേഴ്സിൽ നിന്ന് നടന്ന് വരുന്ന ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ എപ്പോഴും പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ വർത്താനെല്ലാം പറഞ്ഞ് ഇവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ക്രീം കാര്യങ്ങളൊന്നും ഞാനിതിന് മുമ്പ് എന്താണ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് ഇട്ടതിന് ശേഷം മുഖത്ത് നിറച്ചും കുരുക്കൾ പൊന്തി ഗൈസ്. അപ്പം എനിക്ക് ഒന്നാമതൊരു കോൺഫിഡൻ്റ് ഇല്ല. കാരണം ഇടാതെ ഇടുമ്പോൾ എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അതുകൊണ്ടാണ് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ കുരുക്കൾ വന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാനത് ഒഴിവാക്കി. നമുക്ക് ഈ പൗഡറേ പറ്റുള്ളൂ. പൗഡർ പിന്നെ ഏത് കമ്പനി ആയാലും എന്തായാലും ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ പൗഡർ ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തെ എണ്ണമയം ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടാണ്. നമ്മൾ എങ്ങനെ കുളിച്ചാലും നനച്ചാലും മുഖത്ത് ഒരു എണ്ണമയം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് പോയി കിട്ടാനാണ് ഈ പൗഡർ ഇടുന്നത്. പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മുഖമൊക്കെ ഭയങ്കര കൊഴുത്തിരിക്കുന്ന പോലെ തോന്നും, ഭയങ്കര ഓയിലി ആയി തോന്നും. അപ്പോൾ പൗഡർ നല്ലോണം വാരി പൊത്തി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു ഒരുക്കാണ്. ഓക്കെ, പട്ടുപാവാട കണ്ടാൽ പിന്നെ ഞാൻ വിടൂല. അപ്പോൾ പട്ടുപാവാട കൊണ്ടുവന്നപ്പോൾ തന്നെ ശരണേച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പട്ടുപാവാട ഉണ്ട്, വീഡിയോ ഒക്കെ എടുക്കാം. ബോൾഗേച്ചും വിളിച്ചു പറഞ്ഞ് പട്ടുപാവാട ഉണ്ട്, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. കാരണം പട്ടുപാവാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ണെഴുതി കൊടുക്കാം. ആദ്യം ഹിമാലയയുടെ നാത്തൂൻ്റെ കൺമഷി അതിട്ട് ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം കണ്ണിത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ടുപാവാട ആയതുകൊണ്ട് തന്നെയും നമ്മൾ കണ്ണ് നന്നായിട്ട് വാലിട്ട് എഴുതി കൊടുക്കണമെന്നാണ്, വാലിട്ട് എഴുതി കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഡാസ്ലറിൻ്റെ ഐലൈനറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കണ്ണൊന്ന് നല്ലോണം എഴുതി കൊടുക്കാം. വാലിട്ട് കണ്ണെഴുതാം. ഇവിടെ ഞാൻ ചെറിയ കണ്ണാടി എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ക്യാമറ നോക്കി എഴുതിയാലും എനിക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കണ്ണ് നല്ലോണം വാലിട്ടിട്ട് എഴുതിയിട്ട് വരാം, എന്നിട്ട് കാണാം കേട്ടോ. അപ്പം കണ്ണ് നന്നായിട്ട് വാലിട്ട് എഴുതിട്ടോ. പിന്നെ ഐഷാഡ് ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുത്തില്ല. ഞാൻ പെട്ടെന്നുള്ളൊരു ഒരുക്കായിരുന്നു. ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് ഒരുങ്ങി വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴാണ് എന്നാൽ പിന്നെ അത് യൂട്യൂബിലും കൂടെ ഇടാമല്ലോ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ എന്താ പറയുക അതൊന്നും എടുത്തില്ല. അതൊക്കെ മേലെ ഉള്ളത്, വോൾഗേജിൻ്റെ റൂമിനുള്ളത്. ഇനി പോയി എടുക്കാൻ നേരമില്ല. ഇനിയിപ്പോൾ എന്നെ പുറത്തുണ്ടോ കുഞ്ഞു, ഞാൻ എങ്ങോട്ടേക്കും പോകാൻ നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വയ്യാലെ കൂടുവൻ. അപ്പോൾ നമ്മൾ ഐഷാഡ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ണ് മുകളിൽ ഇങ്ങനെ എഴുതി കൊടുത്ത്. കണ്ണ് കുറച്ച് ഐലൈനർ കണ്ണിൻ്റെ ഉള്ളിൽ പോയി, അതുകൊണ്ട് ഏത് നിമിഷവും ഞാൻ കരയും ഗൈസ്, കണ്ണെല്ലാം പരക്കും. അങ്ങനെ കണ്ണെഴുതി. ഇനി എന്താ, ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം.
അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും. പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൽ ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ലിപ് ബാം ഇട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതൊന്ന് കുറച്ചൊരു സെറ്റ് ആവട്ടെ. പിന്നെ നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. നല്ല ചിമിക്കുക, കണ്ടോ? നല്ല പച്ച കല്ലൊക്കെ വെച്ച് ചിമിക്കുക. അയ്യോ എനിക്ക് വയ്യ. അപ്പം ഇതാണ് നമ്മൾ ഇട്ടെടുക്കുന്നത്. ഇതൊന്നും എൻ്റെ നല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറി ഇട്ടുകൊണ്ടാണ് കമ്മലും ഡ്രസ്സും. പണ്ടാണ് ഈ ഡ്രസ്സും മാറിയിടുന്നത്. ഇപ്പോൾ എൻ്റെ ആർക്കും കൊള്ളില്ല, കാരണം ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടല്ലേ. പിന്നെ എനിക്ക് സെറ്റാകുന്നത് വോൾഗേച്ചിയുടേതാണ്. ശരണേച്ചി ആദ്യം എന്നെപ്പോലെ ആയിരുന്നു കേട്ടോ, മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പം കുറച്ച് വണ്ണമൊക്കെ വെച്ച്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി ആയിരുന്നു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. എനിക്ക് പിന്നെ മാറ്റമേ ഇല്ല. ഞാൻ അന്നും ഒന്നും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പം അതേ കമ്മലിട്ടെടുത്തു. കമ്മലിട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു നാടൻ ലുക്ക്. അങ്ങനെ കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വള, കുപ്പിവള, പച്ച കുപ്പിവളയും. പിന്നെ ഈ കളറതാ ഗോൾഡൻ തന്നെ തോന്നുന്നു. അപ്പോൾ അതാ വളയും കൊടുത്തത്. പച്ച കുപ്പിവളയാണ് കേട്ടോ, നല്ല കരിമ്പച്ചയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ കറുപ്പ് പോലെയുണ്ട് അല്ലേ. ഇതാ കണ്ട പച്ച, ഇങ്ങനെ കാണുമ്പോൾ പച്ച തോന്നില്ലേ, പച്ചയാണ്. കുപ്പിവളയൊക്കെ പണ്ടാണെങ്കിൽ കുപ്പിവളയല്ലേ നമ്മൾ വാങ്ങി, ഇപ്പം ആരെങ്കിലും വാങ്ങുമല്ലേ. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ കാണുമ്പോൾ കറുപ്പ് പോലെ ഉണ്ടല്ലേ. ലൈറ്റിൻ്റെ ആയിരിക്കും. ഈ കയ്യിലും കൂടെ ഇട്ട് കൊടുക്കാം. എനിക്ക് പൊതുവേ വളം ഇടുമ്പോഴൊരു പ്രശ്നമാണ്. ഇടത്തെ കയ്യിൽ വേഗം കയറും, വലത്തെ കയ്യിൽ കയറാൻ കുറച്ച് പേടി. പിന്നെ കുപ്പിവെള്ളം ഇടുമ്പോൾ ഭയങ്കര പേടി കേട്ടോ എനിക്ക്. അങ്ങനെ വള ഇട്ട്, അയ്യോ എന്താ കിളിക്കും. വള ഇട്ടിന് നമുക്ക് പൊട്ട് വെക്കാം. ഇനി നമുക്ക് പൊട്ട് വെക്കാം, ചെറിയൊരു പൊട്ട് ഇട്ടാം. മാല ഇടുന്നില്ല, മാല ഇത് തന്നെ മതി. കാരണം കമ്മൽ നല്ല ഹെവി ആയതുകൊണ്ട് മാല ചെറുത് മതി. പൊട്ടും കൂടെ വെച്ച നമ്മളെ ഒരുക്കം ഇവിടെ കഴിഞ്ഞു. കാണുന്നില്ലേ? ഫോട്ടോയിൽ കാണുമായിരിക്കും. ഇങ്ങനെ അത്ര അടുത്ത് വന്നിട്ട് കാണുന്നില്ല. ഇനി ഫോട്ടോയിൽ കാണുമോ? കുഴപ്പമില്ല, ചെറിയൊരു പൊട്ട വെച്ചിട്ടുള്ള. ഇനി ജലദോഷം കൊണ്ട് മൂക്കുമൊക്കെ വരുന്ന പോലെ ഉണ്ട് ഗൈസ്. പിന്നെ ലിപ്സ്റ്റിക്ക്, ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ, ഇനി നമുക്ക് മുടിയും കൂടെ സെറ്റാക്കണം. ഇനി അടുത്ത പരിപാടി ഹെയർ ആണ്. എങ്ങനെ സെറ്റാക്കണത് എനിക്കറിയാത്ത. ചുമ്മാ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇല്ലിയൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടില്ലേ, അങ്ങനെ കെട്ടാലേ. എനിക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ ഗൈസ്. എനിക്ക് നല്ല ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കെട്ടാണ്. മുടിയാണെങ്കിൽ ചക്ക ആന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അഴിച്ചിടാം. അപ്പം ഞാൻ അത് കെട്ടിയിട്ട് തരാം കേട്ടോ. അപ്പോൾ ഈ മുടിയിൽ ഏകദേശം സെറ്റാക്കി കണ്ടില്ലേ. ചന്ദനത്തിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ നമ്മൾ തല നനയ്ക്കാത്തതുകൊണ്ട് ചന്ദനം തൊട്ടാൽ ശരിയാവില്ല. കുങ്കുമം വേണേൽ തൊട്ടെടുക്കായിരുന്നില്ലേ ചെറുത്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ കുങ്കുമം തൊട്ടെടുക്കാം. പിന്നെ ഇനിയിപ്പോൾ എന്താ, മുടി ചുമ്മാ നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കെട്ടില്ലേ, അതേപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലുക്ക് വന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടോ. എനിക്ക് ഈ പട്ടുപാവാട തന്നെ നന്നായി ഇഷ്ടമായിട്ടുണ്ട്. അപ്പം പിന്നെന്താ, അപ്പം ഫുൾ ലുക്ക് കാണിച്ചിട്ടാ. നമ്മളൊരു ചന്ദനം തൊടാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കുളിക്കാത്തതുകൊണ്ട് തന്നെ ഒരു കുങ്കുമം തൊട്ടെടുത്തിട്ടോ. കുങ്കുമല്ല, ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്കാണ് ആക്ച്വലി. അത് തൊട്ടെടുത്തു. ഫുള്ള് കാണിച്ചാൽ
ഇന്നത്തെ വീഡിയോ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണാതെ എല്ലാ കൂടെ ടാറ്റാ ബൈ ബൈ സീ യു.